രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച 8 പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തു. സമ്മേളന കാല അളവിലേക്കാണ് സസ്പെൻഷൻ. മുൻ സേനാ മേധാവിയുടെ പുസ്തകത്തിലെ ഉള്ളടക്കം വീണ്ടും ഉന്നയിക്കാനുള്ള പ്രതിപക്ഷ നേതാവിന്റെ ശ്രമത്തെ ഭരണപക്ഷം എതിർത്തു. തുടർന്ന് മറ്റ് പ്രാസംഗികരെ സംസാരിക്കാൻ ക്ഷണിച്ച അധ്യക്ഷന്റെ നടപടിയാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് വഴിവെച്ചത്. ലഡാക്കിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട മുൻ കരസേനാ മേധാവി MM നരവനെയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ഇന്നും ലോക്സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചു. എന്നാൽ കടുത്ത പ്രതിഷേധവുമായാണ് ഭരണപക്ഷം എണീറ്റത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗോ സഭയിൽ ഉണ്ടായിരുന്നില്ല. പകരം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ഭരണപക്ഷത്ത് നിന്നും പ്രതിഷേധം ശക്തമാക്കിയത്. നന്ദിപ്രമേയം ഉച്ചതിരിഞ്ഞ് ചർച്ചയ്ക്കെടുക്കുമ്പോൾ സഭയിൽ അധ്യക്ഷനായിരുന്നത് NDA സഖ്യകക്ഷിയായ TDPയുടെ നേതാവ് കൃഷ്ണപ്രസാദ് തെന്നേറ്റിയായിരുന്നു. രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എണീറ്റപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം സ്പീക്കർ നൽകിയ റൂളിംഗ് സഭാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിച്ചു. സഭയുമായി ബന്ധമില്ലാത്ത വിഷയം ഉന്നയിക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് കൃഷ്ണപ്രസാദ് തെന്നേറ്റി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് കണക്കിലെടുക്കാതെ രാഹുൽ ഗാന്ധി വീണ്ടും പ്രധാനമന്ത്രിക്ക് നേരെ ആരോപണം ഉന്നയിക്കാൻ തുടങ്ങി. ഇതോടെ BJP ബെഞ്ചുകൾ സജീവമായി. ബഹളത്തിൽ സഭ മുങ്ങുകയും ചെയ്തു. നിരവധി തവണ സഭാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പ് നൽകിയെങ്കിലും രാഹുൽ ഗാന്ധി വീണ്ടും തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഇതിനെ തുടർന്ന് മറ്റ് പ്രാസംഗികരിലേക്ക് അധ്യക്ഷൻ കടന്നു. സമാജ്വാദി പാർട്ടിയിലെ നരേഷ് ഉത്തം, തൃണമൂൽ കോൺഗ്രസിലെ ശതാബ്ദി റോയ് തുടങ്ങിയവരെ വിളിച്ചെങ്കിലും രണ്ടുപേരും രാഹുൽ ഗാന്ധിക്ക് ഐക്യം പ്രഖ്യാപിച്ച് സംസാരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് NDA സഖ്യകക്ഷിയായ TDPയിലെ ഹരീഷ് ബാലയോഗിയെ സംസാരിക്കാൻ ക്ഷണിക്കുകയായിരുന്നു. ഇത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുകയും പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങുകയും ചെയ്തു. കോൺഗ്രസ് അംഗങ്ങളായ ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ്, മാണിക്യൻ ടാഗോർ തുടങ്ങിയവർ സെക്രട്ടറി ജനറലിന്റെ മേശയ്ക്ക് മുകളിൽ കയറി നിന്നു. കടലാസുകൾ കീറിയെറിഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ സഭ നിർത്തിവെക്കുകയും ചെയ്തു. ഇതിനിടെ 7 കോൺഗ്രസ് അംഗങ്ങളും ഒരു CPM അംഗത്തിനുമെതിരെ നടപടി ആവശ്യപ്പെട്ട് BJP അംഗങ്ങൾ സ്പീക്കർക്ക് പരാതി നൽകി. 4 മണിക്ക് സഭ ചേരുമ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഈ 8 MPമാർക്കുമെതിരെയുള്ള സസ്പെൻഷൻ നടപടികൾ പ്രമേയം മൂലം അവതരിപ്പിച്ചു. ഇത് സഭ ശബ്ദ വോട്ടോടെ പാസാക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയെ നിരന്തരം പ്രസംഗിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന നടപടിക്കെതിരെയുള്ള പ്രതിഷേധം തുടരുമെന്ന് ഹൈബി ഈഡൻ വ്യക്തമാക്കി. ഈ പ്രതിഷേധം ഞങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നത് വരെ തുടർന്നു കൊണ്ടുപോകും. ഈ സസ്പെൻഷൻ ഞങ്ങളൊരു അംഗീകാരമായി കാണുകയാണ്. നാളെ കൂടുതൽ MPമാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് പാർലമെന്റ് വൃത്തങ്ങൾ നൽകുന്നത്. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.